തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 71 പോയിന്റ് അല്ലെങ്കിൽ 0.29% ഉയർന്ന് 24,770 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള മാർക്കറ്റിൻ്റെ പ്രതീക്ഷയും IT FMCG സെക്ടറിലെ സ്റ്റോക്കുകളുടെ ഡീസൻറ്റ് പെർഫോമൻസുമാണ് മാർക്കറ്റ് ഇന്ന് ഉയർന്നതിന് പിന്നിലെ പ്രധാന കാരണം. ITC, ഹിന്ദുസ്ഥാൻ യൂണിലീവർ, TCS തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ITC, ഭാരതി എയർടെൽ, ഹിന്ദുസ്ഥാൻ യൂണിലീവർ, ടൈറ്റാൻ, TCS തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ടോപ്പ് ഗെയിനർ. അതേസമയം HDFC ബാങ്ക്, ICICI ബാങ്ക്, ടാറ്റ സ്റ്റീൽ, അൾട്രാടെക് സിമെൻറ്റ്, പവർ ഗ്രിഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ടോപ്പ് ലൂസറായി മാറുകയും ചെയ്തു. BSE മിഡ് ക്യാപ് ഇൻഡെക്സും സ്മാൾ ക്യാപ് ഇൻഡെക്സും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.43%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.87% ഉയർന്നു. പ്രധാനമായും ഇന്ന് IT സെക്ടർ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ റിയാലിറ്റി സെക്ടർ 1.31%, നിഫ്റ്റി ബാങ്ക് 0.23%, ഫിനാൻഷ്യൽ സർവീസ് 0.15%, PSU ബാങ്ക് 0.43% ഇടിഞ്ഞു. മറ്റുള്ള സൈഡിൽ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് 1.41% ഉയർന്നു. FMCG 1.37%, മീഡിയ 1.20%, ഫാർമ 0.91% ഉയർന്നു. പ്രധാനമായും FMCG, കൺസ്യൂമർ, കോമഡിറ്റീസ്, ഫാർമ തുടങ്ങിയ ഡിഫെൻസീവ് സെക്ടറിലെ സ്റ്റോക്കുകളാണ് ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,850, 24,900 തുടങ്ങിയ സോണുകളാണ് പ്രധാന റെസിസ്റ്റൻസ്. 24,650 നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 24,650 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് നിഫ്റ്റി അതിൻ്റെ 20-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചായ 24,525, 24,500 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തിയേക്കാം. ഇനി ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുകയും എന്നാൽ ഇന്നത്തെ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇപ്പോഴും ഓൾ ടൈം ഹൈയിൽ നിന്നും ഉയർന്ന ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുമായ 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് നൈക്ക അല്ലെങ്കിൽ FSN ഇ-കൊമേഴ്സ് വെഞ്ചർ ലിമിറ്റഡ്. നൈക്ക ഇന്ന് 10% ഉയർന്ന് 211 ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 228 എന്ന ലെവലിലേക്ക് ഉയർന്നതിന് ശേഷമാണ് 211 ക്ലോസിംഗ് നൽകിയത്. 60,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 1,624. നൈക്കയുടെ ഓൾ ടൈം ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് ഇപ്പോൾ 50% ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. ഒരു സമയത്ത് 400 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 211 രൂപയ്ക്കടുത്ത് ലഭിക്കുന്നു. നൈക്കയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 18 കമ്പനിയുടെ AGM വരുന്നുണ്ട്. ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസാണ് നൈക്ക ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2024 വർഷത്തിൽ ഇൻഡെക്സ് 13% റിട്ടേൺ നൽകിയപ്പോൾ നൈക്ക 24% റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 61% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 13.6% വർദ്ധിച്ച് ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 182% വർദ്ധിച്ച് 5.4 കോടിയിൽ നിന്നും 13.6 കോടിയിലേക്ക് ഉയർന്നു. കൂടാതെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റവന്യൂ 23% വർദ്ധിച്ച് 1,746 കോടിയായി മാറുകയും ചെയ്തു. ഫിസിക്കൽ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ ഒരൽപ്പം സ്ലോവർ ഗ്രോത്ത് കാണാൻ സാധിച്ചെങ്കിലും കമ്പനി അക്വയർ ചെയ്ത ഡോട്ട് ആൻഡ് കീ എന്ന കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. റീസെൻ്റ്ലി ഡോട്ട് ആൻഡ് കീയുടെ 39% സ്റ്റേക്ക് ഹോൾഡിംഗ് കൂടി അക്വയർ ചെയ്ത് നൈക്കയ്ക്ക് ഡോട്ട് ആൻഡ് കീയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 90% എത്തിച്ചിട്ടുണ്ട്. നൈക്കയുടെ GMV നോക്കുകയാണെങ്കിൽ GMVയിലും മികച്ച പെർഫോമൻസ് കമ്പനി നടത്തിയിട്ടുണ്ട്. GMV 1,746 കോടിയിൽ നിന്നും 3,321 കോടിയിലേക്ക് ഉയർന്നു. GMV എന്ന് പറഞ്ഞാൽ ഗ്രോസ് മെർച്ചൻഡൈസ് വാല്യൂ ആണ്. കൂടാതെ ഗ്രോസ് പ്രോഫിറ്റ് 756 കോടിയിലേക്ക് ഉയരുകയും EBITDA 96 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും EBITDA മാർജിൻ 5.5% ഉയരുകയും ചെയ്തു. കൂടാതെ നൈക്കയുടെ കസ്റ്റമർ ബേസിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. കസ്റ്റമർ ബേസ് ഇയർ ഓൺ ഇയറിൽ 33% വർദ്ധിച്ച് 35 മില്യനായി ഉയർന്നു. ഇത് വരും സമയങ്ങളിൽ കമ്പനി ഡീസൻറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്യും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ടെക്നിക്കലി സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 200 മുതൽ 205 വരെയുള്ള സോൺ റെസിസ്റ്റൻസ് സോണാണ്. ഈ റേഞ്ചിന് മുകളിലുള്ളൊരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 200, 220, 230 തുടങ്ങിയ സോൺ വരെ ഉയർന്നേക്കാം. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം
240, 257 തുടങ്ങിയ റെസിസ്റ്റൻസ് ആണ് പ്രഭുദാസ് ലീലാധറിൻ്റെ റിസർച്ച് അനലിസ്റ്റ് സ്റ്റോക്കിന് നൽകുന്നത്. 200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം 200-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് വരും സമയങ്ങളിൽ 200 നൈക്കയുടെ പ്രധാന സപ്പോർട്ടായി മാറുകയും ചെയ്യും. നൈക്കയ്ക്ക് ആനന്ദ് റാഠി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ ടെക്നിക്കൽ അനലിസ്റ്റ് പറയുന്നത് 220 രൂപയുടെ റെസിസ്റ്റൻസും 205 രൂപയുടെ സപ്പോർട്ടുമാണ്. 220 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 235, 240 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. നൈക്കയുടെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരുന്നുണ്ട്. 240 സ്റ്റോക്കിൻ്റെ വരും സമയങ്ങളിലെ റെസിസ്റ്റൻസായി പ്രവർത്തിക്കാൻ സാധ്യത കൂടുതലാണ്. ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്തതും ഇന്നത്തെ ദിവസം മികച്ച പെർഫോമൻസ് നടത്തി 10% ഉയർന്നതുമായ മറ്റൊരു സ്റ്റോക്കാണ് അദാനി വിൽമാർ ലിമിറ്റഡ്. അദാനി വിൽമാർ ഇന്ന് 9% ഉയർന്ന് 393 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 97.53, 52 വീക്കിലോ 285, 52 വീക്ക് ഹൈ 410. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പാം ഓയിലിൻ്റെ വിലയിലുണ്ടായിരുന്ന വർധനവ് തന്നെയാണ് അദാനി വിൽമാർ എന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം. അതോടൊപ്പം തന്നെ അദാനി വിൽമാർ എന്ന കമ്പനി കോംകാർ കെമിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 67% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും ചെയ്തു. അദാനി വിൽമാർ എന്ന കമ്പനിയുടെ ബിസിനസ് മോഡൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റിലും FMCG സെഗ്മെൻറ്റിലും കെമിക്കൽ സെഗ്മെൻറ്റിലും പ്രത്യേകിച്ചും ഓലിയോ ലെഗ് കെമിക്കൽ സെഗ്മെൻറ്റിലും പ്രസൻസ് ഉണ്ട്. അദാനി വിൽമാറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ 78 കോടി രൂപയുടെ ലോസിൽ നിന്നും കമ്പനി 313 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്കും എത്തിയിട്ടുണ്ട്. അനലിസ്റ്റുകൾ പറയുന്നത് 350 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് മികച്ച റിക്കവറി കാണിച്ചിട്ടുണ്ട്. വരും സമയങ്ങളിൽ 410 ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 410 എന്ന റെസിസ്റ്റൻസിനെ ഡിസിസീവ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 440, 464 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും. ആനന്ദ് റാഠി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 380 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്, 380, 410 തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. 410-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 440 വരെ ഉയർന്നേക്കും. അദാനി വിൽമാർ എന്ന കമ്പനി അദാനി ഗ്രൂപ്പിൻ്റെയും സിംഗപ്പൂർ ബേസ്ഡ് വിൽമാർ ഗ്രൂപ്പിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 87% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 13%-നടുത്തുള്ള സ്റ്റേക്ക് ഓഫ് ലോഡിംഗ് ഫ്യൂച്ചറിൽ അദാനി വിൽമാറിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ്. സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. റേഞ്ച് ബൗണ്ട് ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 400 പ്രധാന റെസിസ്റ്റൻസും 380 പ്രധാന സപ്പോർട്ടുമാണ്. 400 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ സ്റ്റോക്ക് 500, 520 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്